നമുക്കറിയാം ഈ സാധാരണക്കാരൻ്റെ വേദനകളും ആകുലതകളും ഒക്കെ ആ ഒരു പരിഹാസത്തിൻ്റെ മേമ്പൊടിയോടെയാണ് ഈ ശ്രീനിവാസൻ വെള്ളിത്തിരയിൽ എത്തിച്ചത്. എന്തായാലും വെറുമൊരു നടനല്ല, അതിലുപരി മലയാളിയുടെ ആ ഒരു സാമൂഹിക ബോധത്തിൻ്റെ ശബ്ദം കൂടി ആയിരുന്നില്ലേ ശ്രീനിവാസൻ KP? തീർച്ചയായിട്ടും മറുപടിയാണ് ശ്രീ വിജയ് തമ്പി പറഞ്ഞു വെച്ചതുപോലെ തന്നെ മലയാള സിനിമ ഇന്നും ഓർത്തെടുക്കുന്ന ഒരുപിടി സിനിമകൾ, ഒരുപിടി കഥാപാത്രങ്ങൾ. അദ്ദേഹം 1991 പറഞ്ഞു വെച്ച സന്ദേശം എന്ന സിനിമയിലെ കഥാഗതി, അതിലെ കഥാമുഹൂർത്തങ്ങൾ ഇന്നും നമുക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയം എന്നാൽ എന്ത് എന്ന് അദ്ദേഹം പകർത്തി വെക്കുകയാണ് ചെയ്തത്. ഇന്നും റോഡുകളായാലും ചർച്ചകളായി കഴിഞ്ഞാലും അത്തരത്തിലുള്ള ആ സിനിമയിലെ മുഹൂർത്തങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സിനിമ ഓർത്തെടുക്കുകയാണ്. കാരണം കാലാതീതമായ ഒരു കഥാപരിസരമാണ് ശ്രീനിവാസൻ ആ ഒരു സിനിമയിൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് തീർത്തരി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ എത്രയെത്ര സിനിമകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. എത്രയെത്ര എമ്മാവിൻ കൊമ്പത്തിലെ മാണിക്കൽ എന്നുള്ള കഥാപാത്രം, ഉദയനാട് താരത്തിലെ സരോജ് കുമാർ, രൂപാമുകുന്ദൻ, ഈ പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ, വടക്കു നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരുപാട് കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കലാമൂല്യമുള്ള സിനിമകളാണ്, അതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകളാണ്. ഒരുപക്ഷെ മധ്യവർഗ ഇടത്തര കുടുംബങ്ങളിലെ വ്യക്തിത്വങ്ങളെ ഇത്ര മനോഹരമായി പകർത്തിവെച്ച ഒരു ചലച്ചിത്രകാരൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. അത് അദ്ദേഹത്തിന്റെ ജീവിത പരിസരത്തിൽ നിന്നും അദ്ദേഹം എടുത്ത ചില മൂല്യങ്ങളാണ്. അദ്ദേഹം നമുക്കറിയുന്നത് പോലെ തന്നെ തലശ്ശേരിക്കടുത്തുള്ള പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ സ്കൂൾ അധ്യാപകനായിരുന്നു ഉണ്ണിമാഷ്, അമ്മ ഒരു വീട്ടമ്മ, ജ്യേഷ്ഠൻ രവീന്ദ്രൻ. അങ്ങനെ നാടകങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം ഈ സിനിമയിലേക്ക് എത്തുന്നത്. തന്റേതായ കഥാപരിസരങ്ങളിൽ നിന്നും കുട്ടിക്കാലത്ത് തന്നെ ഈ നാടകങ്ങളിലൂടെ അദ്ദേഹം കഥാ തന്തുക്കളെ എടുക്കുകയും പിന്നീട് സിനിമയിലേക്ക് എത്തുമ്പോഴും അത്തരം താൻ കണ്ട് പരിചരിച്ച തന്റെ ചുറ്റും കാണുന്ന കഥാപാത്രങ്ങളെയും കഥാപരിസരങ്ങളെയും മനോഹരമായി അദ്ദേഹം എഴുത്തിലൂടെ കൊണ്ടുവന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകള്, ചിന്താവിഷ്ടയായ ശ്യാമളയായി കഴിഞ്ഞാലും വടക്കു നോക്കി യന്ത്രമായി കഴിഞ്ഞാലും അതൊക്കെയും അതിന് നായകനും ശ്രീനിവാസനാണ്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരു നായകൻ എന്ന് പറയുമ്പോൾ ശാരീരികമായി ഉള്ള ഒരു മികവ് അല്ലെങ്കിൽ ആകാരപരമായിട്ടുള്ള ഒരു സൗഷ്ഠവം, അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നായകൻ എന്നുള്ള കഥാപാത്രത്തിന്റെ ആ ഒരു ശൈലിയെ തന്നെ എനിക്ക് തോന്നുന്നു കുടിയേറ്റം ഭരത് ഗോപി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിരുത്തൽ വരുത്തി, അല്ലെങ്കിൽ എന്താണോ നമുക്ക് മുന്നിലുള്ള ശീലങ്ങൾ, നമുക്ക് മുന്നിലുള്ള ആ രീതികൾ, അതിനെ അപ്പാടെ മാറ്റിമറിച്ച ഒരു നടനാണ് ശ്രീനിവാസൻ എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹം ഹാസ്യം താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ തന്നെ വിമർശിക്കാൻ, അതിലൂടെ സമൂഹത്തിലെ തന്നെ പോലുള്ള മറ്റുള്ളവരെ വിമർശിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു ആർജവം വിജയ് തമ്പി പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. കാരണം എന്തിനേയും തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന എന്തിനേയും അതേ രീതിയിൽ വിമർശിക്കാൻ അദ്ദേഹം കാണിച്ചൊരു ആർജവമുണ്ട്, ഒരു ധൈര്യമുണ്ട്. അത് സിനിമയിൽ മറ്റാർക്കും കഴിയില്ല. കാരണം സിനിമയിൽ കഴിയില്ല എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം സിനിമ എല്ലാവരെയും ആ ഒരു തന്റെ കൂടെ നിർത്തേണ്ടത് ഓരോ സിനിമാക്കാരനെ, അത് സംവിധായകനായാലും അഭിനേതാവായാലും തിരക്കഥാകൃത്തായി കഴിഞ്ഞാലും അയാളുടെ കൂടി ആവശ്യമാണ്. തുടരുക. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയാണ്.